ഈ സിജോനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ എണ്ണം ഉണ്ട്. അവറ്റകള് സത്യം പറഞ്ഞാൽ വാഴകൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഉള്ള കാര്യം ഞാൻ വെട്ടി തുറന്ന് പറയാം. ഇപ്പൊ അവരുടെ പുതിയ കണ്ടന്റ് ആരാന്നറിയോ? ശ്രീതു അവിടെ ഉള്ളപ്പോൾ സിജോ ഔട്ടായത് ഭയങ്കര കഷ്ടമായി. ലാസ്റ്റ് 5-ൽ സിജോ എന്തായാലും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചാണ്. പക്ഷെ സിജോ ഇല്ലാതായി പോയില്ലോ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. സിജോ ഫസ്റ്റൊക്കെ അത്യാവശ്യം ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. റോക്കിയുടെ ആയിരുന്നു ഇടി കിട്ടിയിട്ട് പുള്ളിക്കാരൻ പുറത്തായിട്ട് വന്നതിന് ശേഷം എന്തിട്ട് ഗെയിമാണ് കാണിച്ചിട്ടുള്ളത്? ബിഗ് ബോസ് എന്ന് പറയണ ഈ ഒരു ഫാമിലി ഷോയിലേ ബിഗ് ബോസിന് കുറച്ച് ചില്ലറ കിട്ടണം. ബിഗ് ബോസിന് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഈ ഒരു ഷോ നടത്തുന്നത്. സിജോ അവിടെ പോയിട്ട് കാട്ടുതീയാന്ന് പറഞ്ഞിട്ട് മരക്കിഴങ്ങിൻ്റെ പോലെ ഒരു ഭാഗത്ത് കുത്തിയിരുന്നു കഴിഞ്ഞാൽ കാര്യം നടക്കുമോ? ഈ പറയണ ശ്രീതു അർജുൻ കോംബോ ഇനിയെങ്കിലും ഒരു കുറച്ച് ദിവസം ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരും അർജുനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും ശ്രീധുവിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ കണ്ടന്റ് പുറത്തേക്ക് വരുമോ? സിജോ ഇത്ര ദിവസം കളിച്ചിട്ട് എന്ത് കണ്ടന്റ് അവിടെ കൊടുത്തത്? ഒരു കണ്ടന്റും കൊടുത്തിട്ടില്ല. ഈ സീക്രട്ട് ഏജന്റ് വന്നിട്ട് 5 ലക്ഷം രൂപ 7 മിനിറ്റിൽ എടുത്തിട്ട് പോയി. ബിഗ് ബോസ് ഒരു 3 ദിവസം ഓട്ടിക്കേണ്ട ഷോ ആയിരുന്നു അത്, ഈ പണപ്പെട്ടി ടാസ്ക്. ഇവരുടെ ഈ വളിഞ്ഞ പ്ലാന് കാരണം എന്തായി കാര്യം? അത് അവതാളത്തിലായ. പിന്നെ റോക്കി വന്നിട്ട് സിജോനെ ഇടിച്ചിട്ട് റോക്കി ഔട്ടായി. അപ്പം നല്ല നല്ല കണ്ടസ്റ്റന്റിനെ സിജോ കാരണം പുറത്താക്കുകയും ചെയ്തു. ഈ പറയുന്ന TRP ഒട്ടുക്ക് സിജോന് കൊടുക്കാനും ഇല്ല. സിജോ എന്ത് TRP ആണ് കൊടുത്തിട്ടുള്ളത്? ഈ ബിഗ് ബോസിന് വേണ്ടിയിട്ട് സിജോ എന്ത് TRP ആണ് കൊടുത്തിട്ടുള്ളത്? ഒരു TRP സിജോനെ കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. സിജോ കൊണ്ട് വെറുതെ വാചകം അടിക്കാൻ പറ്റും, കണ എന്ന് പറയാൻ പറ്റും, അല്ലാണ്ട് ഒരു വലിയ രീതിയിലുള്ള ഗെയിമും കാര്യങ്ങളൊന്നും പുള്ളിക്കാരൻ ചെയ്തിട്ടില്ല. പിന്നെ കുറേ ആൾക്കാരുടെ ഇമോഷണൽ സ്ട്രാറ്റജി വെച്ചിട്ട് പുള്ളിക്കാരെ കുറച്ച് ദിവസം അവിടെ നിന്നു. ആ ഇടി കിട്ടിയപ്പോൾ കുറേ ആളുകൾ സമരം ചെയ്തു. ബിഗ് ബോസ് തിരിച്ചു കൊണ്ടുവരണം, സിജോനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ബിഗ് ബോസ് പുള്ളിക്കാരനെ കൊണ്ടുവന്നു കഴിഞ്ഞാലെങ്കിലും അന്തസ്സായിട്ട് ഒറ്റയ്ക്ക് കളിക്കണം. അല്ലാതെ അവിടെ പെങ്ങളുകുട്ടി സ്നേഹം, വലിയ ഫ്രണ്ട്ഷിപ്പ് സ്നേഹം അതും ഇതൊന്നും കൊണ്ടുവരുമോ? ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയേടോ അന്തസ്സായിട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ പഠിക്കണോ. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ കൂട്ടും കൂടി അങ്ങോട്ട് ഇതാക്കി അതിനാണോ താൻ അവിടേക്ക് പോകുന്നത്? തനിക്ക് വല്ല ഇമോഷണൽ ഉണ്ടെങ്കിൽ ആ ഇമോഷണൽ തൻ്റെതായിട്ട് പറയുക. അല്ലാതെ എല്ലാവരുടെ അടുത്ത് കൂട്ടുകൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കലേ വേണ്ടി. ഇപ്പം എന്തായി പുറത്ത് വരേണ്ട അവസ്ഥ വന്നില്ലേ? ഒറ്റയ്ക്ക് കളിക്കണം. ആ ഇപ്പം നന്ദനടുത്ത് ഭയങ്കര പെങ്ങളുട്ടി സ്നേഹം ഇങ്ങനെ ഒഴുകിയിരിക്കുക. താൻ പുറത്ത് വന്നിട്ടൊരു വീഡിയോ വെച്ച് കൊടുക്ക്. ഇപ്പോൾ സായി എന്താ കൊടുക്കാന്ന് നമുക്ക് കാണാം. സായിയുടെ ഇൻ്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. ഇനി സിജോ വന്നിട്ട് എന്താണെന്നറിയാം. ആ പെൺകുട്ടി പിന്നെയും ഒരുവിധം കുഴപ്പമില്ലാണ്ട് കളിച്ചു പോയത്. ആ പെൺകുട്ടി അതിൻ്റെ ഉള്ളിൽ പോയി പെട്ടിട്ട് അത് ഉള്ള വില അതായിട്ട് കളഞ്ഞു. ഇപ്പം അങ്ങനെ കടന്ന് മെഴുകുണ്ട്, അവിടെ ഇല്ല ഇവിടെ ഇല്ലാണ്ട് പെട്ടു ലോക്കായി. അപ്പോൾ ബിഗ് ബോസിന് കണ്ടന്റ് കൊടുക്കുക അവിടെ ആളില്ല. സിജോ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കുമെന്ന് ബിഗ് ബോസിന് മനസ്സിലായി. ഈ പറയുന്ന ഋഷി അത്യാവശ്യം കണ്ടന്റ് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഋഷിയിലൊരു പ്രതീക്ഷയുണ്ട്, ഋഷിക്ക് വോട്ടും ഉണ്ട്. ഋഷി നെഗറ്റീവ് ആയിട്ടില്ല. ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഋഷി നെഗറ്റീവ് കൊടുത്തില്ല, സിജോ നെഗറ്റീവ് കൊടുത്തു. സിജോടെ ആരാ പറഞ്ഞത് ഈ നന്ദനായിട്ടുള്ള ഈ വക വളിഞ്ഞ ഗെയിം കളിക്കാൻ? നെഗറ്റീവായാ അതന്നെയാണ് കേസ്. അപ്പോൾ കാട്ടുതീ സിജോനെ സ്നേഹിക്കുന്ന ആൾക്കാരോടേക്ക് ഒന്നോ പറയുക, നിങ്ങൾ മാറ്റി പിടിച്ചോ. സിജോ നിങ്ങളെ ശരിക്കും വടിയാക്കി, പ്രേക്ഷകരായ നിങ്ങളെ ശരിക്കും മണ്ടനാക്കിയവൻ. നിങ്ങൾക്കൊരു വിലയും തന്നില്ല, അതാണ് സത്യം. ഇനി ഞാൻ ഈ പറയണത് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ അടിയിലൊന്ന് കമൻറ്റ് ഇട്ടോ. ഞാൻ പറയണത് മനസ്സിലാക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. ജിൻഡപ്പൻ എത്ര നല്ലൊരു ഗെയിമാണ്. ജിൻഡപ്പനെ മണ്ടനാന്ന് വിളിച്ചു, പല തരത്തിലും വിളിച്ചു. പക്ഷേ ജിൻഡപ്പൻ എന്തിപ്പോൾ ഉണ്ടാണ്ടിരിക്കുന്നു? ഉള്ളതുകൊണ്ട് ഓണം പോലെ ഉള്ള വോട്ട് മതിച്ചൊരു പുള്ളിക്കാരൻ മിണ്ടാണ്ടിരിക്കുക. ഒരു 3-ാം സ്ഥാനം അല്ല ഒരു 4-ാം സ്ഥാനം ഒരു 5-ാം സ്ഥാനത്തിനുള്ളിലെങ്കിലും പുള്ളിക്കാരൻ ഉണ്ടാവില്ല. എൻ്റെ ഒരു ഇതിൽ ബിഗ് ബോസിൽ വിന്നറാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ബിഗ് ബോസും കൂടി വിചാരിക്കണം അപ്പം ആർക്കാ കൊടുക്കണം എന്നുള്ളത്. പ്രേക്ഷകരുടെ സപ്പോർട്ട് ജിൻഡോയ്ക്കുണ്ട്. ഇപ്പോൾ അർജുൻ അത്യാവശ്യം കയറി നല്ലപോലെ ഗെയിം കളിച്ചു വരുന്നുണ്ട്. അർജുൻ ശ്രീതു പോകുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ അവരിലൊരു കണ്ടന്റ് ഉണ്ടെന്ന് ബിഗ് ബോസ് ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. സിജോയിൽ കണ്ടന്റ് ഇല്ല, സിജോ ആണെങ്കിൽ നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിജോനെ ഔട്ടാക്കി. ബിഗ് ബോസിനൊന്നും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ബിഗ് ബോസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ. പക്ഷെ ബിഗ് ബോസിനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അതാണ് ഇപ്പോൾ പ്രശ്നം. കുറ്റം പറയാൻ ആളുകളുള്ളൂ.